ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ അൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൽ പകർത്തി ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ച് വന്നിട്ടുള്ളത്. മബ്റൂറായ ഹജ്ജ്, മഖ്ബൂലായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ പുണ്യകരമായിട്ടുള്ള അല്ലാഹു തആല സ്വീകരിക്കുന്ന ഹജ്ജ്. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വിശദീകരിച്ച് വന്നത്. തവാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. തവാഫ് ചെയ്യുമ്പോൾ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിൽ ധാരാളമായി കൊണ്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നുള്ള പ്രാർത്ഥന മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ 7 ചുറ്റ് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് മഖാമു ഇബ്രാഹീമിൻ്റെ സമീപത്ത് വെച്ചുകൊണ്ട് 2 റക്അത്ത് നമ്മൾ സുന്നത്ത് നമസ്കരിക്കുകയാണ് വേണ്ടത്. തവാഫിൻ്റെ സുന്നത്ത് എന്നാണ് അതിന് പേര് പറയുക. പരിശുദ്ധമായ ആ മഖാമു ഇബ്രാഹീമിൻ്റെ സമീപത്ത് നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ മസ്ജിദുൽ ഹറമിൻ്റെ ഏത് ഭാഗത്തും നമസ്കരിക്കാം. നമ്മുടെയും കഅബയുടെയും ഇടയിൽ മഖാമു ഇബ്രാഹിം വരുന്ന രൂപത്തിൽ നമ്മൾ നിൽക്കുകയും 2 റക്അത്ത് നമസ്കരിക്കുകയും വേണം. ആ നമസ്കാരത്തിന് മുമ്പ് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ പാരായണം ചെയ്യണം. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല എന്നുള്ള സൂറത്തുൽ ബഖറയുടെ ഒരു ചെറിയ ഭാഗം, അത് നമ്മൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. എന്നിട്ട് പ്രിയമുള്ളവരെ, നമ്മൾ തക്ബീറൊക്കെ ചൊല്ലി നമ്മൾ നമസ്കരിക്കുന്നു. അങ്ങനെ നമസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫാത്തിഹയ്ക്ക് ശേഷം പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യണം എന്നുള്ളതാണ്. ഇത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു നിർവഹിച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ സംസം കുടിക്കുക സാധിക്കുമെങ്കിൽ. പിന്നീട് നമ്മൾ വേണ്ടത് സഫാ മർവക്കിടയിലുള്ള സഅയാണ്. സഫാ മർവക്കിടയിലുള്ള സഅയ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ സഅയിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമർ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ ഫമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ഷാകിറുൻ അലീം എന്നുള്ള വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്ത്. അതിൽ പറയുന്നത് സഫാ മർവക്കിടയിലുള്ള സഅയ് അതുമായി ബന്ധപ്പെട്ടാണ്. പ്രിയമുള്ളവരെ, സഫാ മർവക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയായ ഹാജറിനെയും കുഞ്ഞായിട്ടുള്ള ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുവന്ന് ആക്കിയ സന്ദർഭം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും. ആ സന്ദർഭത്തിൽ വെള്ളത്തിന് വേണ്ടി ഹാജറ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടുള്ളതും അങ്ങനെ സംസം എന്ന് പറയുന്ന വെള്ളമുണ്ടായതുമൊക്കെ അത്ഭുത സംഭവങ്ങളാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഏതായിരുന്നാലും ഉംറ ചെയ്യുന്ന, ഹജ്ജ് ചെയ്യുന്ന ആളെന്ത് ചെയ്യണം? തവാഫ് കഴിഞ്ഞ്, തവാഫിൻ്റെ സുന്നത്ത് 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞ് സംസമൊക്കെ കഴിച്ച് നമ്മൾ സൊഫയിലേക്ക് പോകണം. സൊഫയിൽ നിന്നാണ് സഅയ് ആരംഭിക്കുക. സഫാ മർവക്കിടയിലുള്ള നടത്തത്തിനാണ് സഅയ് എന്ന് പറയുക. അത് സ്റ്റാർട്ട് ചെയ്യുക, ആരംഭിക്കുക ഇവിടുന്ന് സൊഫയിൽ നിന്നാണ്. അതിലേക്ക് എത്തുമ്പോൾ, ആ സൊഫയിലേക്ക് നമ്മൾ എത്തുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തോദനം എന്ത്? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമർ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ ഫമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ഷാകിറുൻ അലീം എന്നുള്ള
ആ ആയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല ആരംഭിച്ചതുപോലെ നമ്മളും സഫയിൽ നിന്നാണ് ഈ സഅയ് ആരംഭിക്കുന്നത് എന്ന്. കഅബാലയത്തിലേക്ക് സഫയുടെ മുകളിൽ നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ട് 2 കൈകളും ഉയർത്തി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? അള്ളാഹുവിന് തക്ബീർ മുഴക്കി, അള്ളാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ്, എന്നിട്ട് പ്രത്യേകമായ പ്രാർത്ഥനകൾ ആ സഫയുടെ മുകളിൽ വെച്ച് പ്രവാചകൻ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. എന്താണ് ആ പ്രാർത്ഥന പ്രിയമുള്ളവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻസസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ. ഇമാം മുസ്ലിം കിതാബുൽ ഹജ്ജ് എന്ന് പറയുന്ന, ബുഖാരി മുസ്ലിം എന്നൊക്കെ പറയുന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ. അപ്പം മുസ്ലിമിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ കിതാബുൽ ഹജ്ജ്, ഹജ്ജുമായി ബന്ധപ്പെട്ട ഭാഗത്തിൽ പറയുന്നൊരു ഹദീസാണത്. ഇതിൽ പറയുകയാണ് ഈ പ്രാർത്ഥന പ്രവാചകൻ ആവർത്തിച്ച് ചൊല്ലാറുണ്ടായിരുന്നു. 3 തവണ നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. സഫയിൽ പോയി കഴിഞ്ഞാൽ മർവയിലും ഇത് തന്നെ പ്രാർത്ഥിക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാവുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭവും സമയവുമാകുന്നു എന്ത്? സ്ഥലവുമാകുന്നു എന്ത്? ആ ഉംറയുടെയും ഹജ്ജിൻ്റെയും വേളയിൽ സൊഫ മർവക്കിടയിലുള്ള സമയം എന്നുള്ളത്. എന്ന് മാത്രമല്ല, പല ആളുകളും ഇതൊന്നും മനസ്സിലാക്കാതെ സൊഫ മർവക്കിടയിലുള്ള നടത്തം, ഓട്ടം അതൊക്കെ നിർവഹിക്കും. പക്ഷേ സൊഫയിലും മർവയിലും എത്തുമ്പോൾ കൈകൾ കൊണ്ട് ആങ്ങി കാണിച്ചോ കൈ തൊട്ടുമുത്തിയോ ഒക്കെ അങ്ങനെ ഒരു യാന്ത്രികമായി പോകുന്നത് കാണാം. അത് ശരിയല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫയുടെ മുകളിൽ കയറി 2 കൈകളും ഉയർത്തി കിബിലയിലേക്ക് തിരിഞ്ഞ് അങ്ങനെയാണ് ഈ പ്രാർത്ഥന നിർവഹിച്ചത്. 3 തവണ ആവർത്തിച്ചു. ഇതിൻ്റെ കൂടെ മറ്റുള്ള നമുക്കിഷ്ടമുള്ള ദുആകളും, ഇഷ്ടമുള്ള ദുആ എന്ന് പറയുമ്പോൾ നമ്മുടെ പരലോകമോക്ഷം, നരകത്തിൽ നിന്ന് രക്ഷ, സ്വർഗം ലഭിക്കാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, മുസ്ലിമായി മരണപ്പെടാൻ, നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുവാൻ, നമ്മൾ ഖബറിൻ്റെ അദാബിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ സൊഫയിൽ നിന്ന് മർവയിലേക്ക് പോകുകയാണ്. മർവയിലേക്ക് പോകുമ്പോൾ പച്ച അടയാളങ്ങൾ കാണാം. ആ അടയാളങ്ങൾക്കിടയിൽ ഓടണം എന്നുള്ളതാണ്. ഓടുക. പുരുഷന്മാരെന്ത് ചെയ്യണം? ഓടണം. കാലടുത്തടുത്ത് വെച്ച് അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഓടണം എന്നാണ് പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതുവരെ? അടുത്ത അടയാളം കാണുന്നത് വരെ. ആ പച്ച അടയാളം മുതൽ ആ പച്ച അടയാളം അവസാനിക്കുന്നത് വരെ എന്ത് ചെയ്യണം? ഓടണം. ആ സന്ദർഭത്തിലും നമുക്ക് എന്ത് ചെയ്യണം? പ്രാർത്ഥനകൾ നിർവഹിക്കാം. അങ്ങനെ നമ്മൾ മർവയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സഫാ മർവക്കിടയിലുള്ള നടത്തത്തിലും സഫാ മർവക്കിടയിലുള്ള മുകളിലുള്ള നൃത്തത്തിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥനയ്ക്ക് ആ സമയം ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ആ പച്ച അടയാളങ്ങൾക്കിടയിൽ പ്രാർത്ഥിച്ച് ഓടുകയും ചെയ്യുക. മറവയിലെത്തിക്കഴിഞ്ഞാൽ ഒരു സഅയ് പൂർത്തിയായി. മറവയിൽ നിന്ന് സഫയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2ആയി. അങ്ങനെ 7 എണ്ണം പൂർത്തീകരിക്കുക. ആരംഭം, ഫസ്റ്റ് സ്റ്റാർട്ടിങ് സഫയിൽ നിന്നായിരിക്കും. പക്ഷേ ഇതിൻ്റെ അവസാനം എവിടെയായിരിക്കും? മറവയിലായിരിക്കും. 7 എണ്ണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, പിന്നീട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? മുടിയെടുക്കണം. ഉംറ മാത്രം ചെയ്യാണ് എങ്കിൽ എന്ത് ചെയ്യണം? അയാൾ മുടി കളയാണ് ഏറ്റവും ഉത്തമം. കാരണം മുടി കംപ്ലീറ്റ് എടുക്കുന്ന, മുടി മുണ്ടനം ചെയ്യുന്ന, മൊട്ടയടിക്കുന്ന ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഹല്ലിഖീൻ, അല്ലാഹുവേ മുടി മുണ്ടനം ചെയ്യുന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണമേ. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഇർഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുവേ മുടി കളയുന്ന ആളുകൾക്ക് നീ റഹ്മത്ത് ചെയ്യണമേ. മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എല്ലാ മുടിയിൽ നിന്ന് വെട്ടുന്ന ആളുകൾക്കോ അവർക്കും എന്നേ നബി പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് പ്രത്യേകമായി ദുആ ചെയ്തിട്ടില്ല. അവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന്
പലരും ഉംറക്ക് പോകാറുണ്ട്, ഹജ്ജിന് പോകാറുണ്ട്. അവർ തലമുടിയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തു നിന്ന് 1-2 മുടിയൊക്കെ എടുക്കും, എന്നിട്ട് ഉംറ പൂർത്തിയായി എന്ന് വിചാരിക്കും. അത് ശരിയല്ല. ഉംറയിൽ നിന്ന് മുക്തമാകാൻ മുടിയെടുക്കുക അല്ലെങ്കിൽ മുടി കളയുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അപ്പോൾ നമ്മൾ തമത്തു ആയിട്ടുള്ള ഹജ്ജിൻ്റെ രൂപമാണ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ മുടിയെടുത്തു കഴിഞ്ഞാൽ ഉംറ പൂർത്തീകരിച്ചു, ഇനി അയാൾക്ക് ഹജ്ജാണ് ബാക്കിയുള്ളത്. ഹജ്ജ് കൂടെ നിർവഹിക്കണം. പ്രിയമുള്ളവരെ, എപ്പോഴാണ് ഹജ്ജ് തുടങ്ങുക? ദുൽഹജ്ജ് മാസം 8-ാം തീയതി ആണ് ഹജ്ജ് ആരംഭിക്കുക. അന്നേ ദിവസം ലുഹാ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ ലുഹാ സമയമായി. ആ സമയം മുതൽ എന്ത് ചെയ്യാം? ലുഹറിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? മക്കയിൽ എവിടെയാണോ, മക്കയിൽ ഏത് ഭാഗത്താണോ അവർ ഹാജിയുടെ വീട് അല്ലെങ്കിൽ താമസം ലോഡ്ജ്, ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇഹ്റാം ചെയ്യുക. എന്താ ഇഹ്റാം ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് മുമ്പ് തന്നെ നിയ്യത്തുണ്ട്, ഞാൻ മുത്തമത്തി ആയിട്ടാണ് ഹജ്ജ് ചെയ്യുന്നതെന്ന്. എന്നാൽ ഒന്നുകൂടെ ആ നിയ്യത്ത് പുതുക്കാം. ഒന്നുകൂടെ എന്ത് ചെയ്യുക? അദ്ദേഹം മനസ്സിൽ കരുതുക, ഞാൻ ഹജ്ജ് നിർവഹിക്കാനാണ് ഈ ഇഹ്റാം ചെയ്യുന്നത്. ഉംറയിൽ നിന്ന് മുടിയെടുത്ത് കഴിഞ്ഞപ്പോഴേ അയാൾ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് സാധാ ഡ്രസ്സൊക്കെ ധരിച്ച് തഹല്ലുലായി. പിന്നെ ദുൽഹജ്ജ് 8 വന്നു. അന്ന് പ്രഭാതത്തിൽ ലുഹാ സമയമായപ്പോൾ രാവിലെ 8, 9, 10 മണിക്ക് അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഞാനിതാ ഹജ്ജ് ചെയ്യുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ മുതമത്തിഅൻ എന്നിങ്ങനെ എന്ത് ചെയ്യുക? അദ്ദേഹത്തിന് മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് പറയുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഹജ്ജിന് വേണ്ടി അദ്ദേഹം തൽബിയത്ത് ചൊല്ലുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ തൽബിയത്ത് മുഴക്കി അദ്ദേഹം എന്ത് ചെയ്യണം? ഏതുവരെ മുഴക്കണം? ദുൽഹജ്ജ് 8-ന് ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ദുൽഹജ്ജ് 9 കഴിഞ്ഞ് മുസ്ദലിഫയിൽ രാപ്പാർത്ത് ദുൽഹജ്ജ് 10-ന് ജംറത്തുൽ കുബ്ര വലിയ ജംറയിൽ എറിഞ്ഞ് ബലി അറുത്ത് അതുവരെ പ്രിയമുള്ളവരെന്ത് ചെയ്യണം? ആ ജംറയിൽ എറിയുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്യണം? ഈ തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതാണ് ഒരു ഹാജിയുടെ തൽബിയത്ത് ചൊല്ലാനുള്ള അവസരം. ഇനി നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ രോഗമൊക്കെ ഉള്ള ആളാണെങ്കിൽ, ചിലപ്പോൾ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസമുള്ള ആളാണെങ്കിൽ, ആ നീയത്തിൻ്റെ കൂടെ ഇൻ ഹബിസനി ഹാബിസുൻ ഫ മഹല്ലി ഹൈസു ഹബിസ്തനി എന്ന് അദ്ദേഹം പറഞ്ഞാൽ, എന്നുകൂടെ അതൊരു ഷർത്താണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജിനിടയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രായശ്ചിത്തം നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അതല്ല എങ്കിൽ വാജിബുകളൊക്കെ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം നൽകണം. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാജിബ് നഷ്ടപ്പെട്ട ഒരു ആടിനെ ഇറക്കണം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം എന്താണ്? ദുൽഹജ്ജ് 8-ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു. ഇഹ്റാം ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം? മക്കയിൽ എവിടെയാണോ അയാളുടെ വീട് അവിടെ നിന്നാണ് അയാൾ ഇഹ്റാം ചെയ്യേണ്ടത്. അല്ലാതെ അന്ന് മീക്കാത്തിൽ പോകേണ്ടതില്ല. എന്നിട്ടോ പ്രിയമുള്ളവരെ, അദ്ദേഹം മിനായിലേക്ക് പോകണം. മിനായിലേക്ക് പോയിട്ട് അവിടെ കഴിഞ്ഞുകൂടണം. ദുൽഹജ്ജ് 8-ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലുഹാ സമയത്ത് ഇഹ്റാം ചെയ്തിട്ട് ലുഹർ നമസ്കരിക്കാൻ എവിടെ പോയി? മിനായിലേക്ക് പോയി. ലുഹർ, അസർ, മഗ്രിബ്, ഇശാ, ഫജ്ർ. ദുൽഹജ്ജ് 9-ന്റെ ഫജ്ർ വരെ എവിടെ കഴിഞ്ഞു? മിനായിൽ കഴിഞ്ഞു. ഓരോ നമസ്കാരവും അതാത് സമയത്ത് കസ്റാക്കിക്കൊണ്ട് 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ ചുരുക്കി 2 ആക്കിക്കൊണ്ടാണ് അതാത് സമയത്ത് നിർവഹിച്ചു. ജമ്മാക്കാതെ കസ്റാക്കിക്കൊണ്ട് നമസ്കരിച്ചു. ഇനിയോ ഇങ്ങനെ 8-ാം ദിവസം മിനായിൽ താമസിക്കുന്നത് എന്താ? ഹജ്ജിൻ്റെ സുന്നത്താണ്. അത് വാജിബല്ല, ഫറളല്ല, റുക്നല്ല, സുന്നത്താണ്. അങ്ങനെയാണ് ആ സുന്നത്തെടുക്കാൻ ഓരോ ഹാജിമാരും ശ്രദ്ധിക്കണം. ഇനി എന്താണ് പ്രിയമുള്ളവരെ ചെയ്യേണ്ടത്? ഇപ്പോൾ ദുൽഹജ്ജ് 9 ആയി കഴിഞ്ഞാൽ ദുൽഹജ്ജ് 9-ന് എന്താ പേര് പറയുക? യൗമു അറഫ. അറഫ ദിവസം എന്നാണ് പേര് പറയുക. ഹജ്ജിൻ്റെ മർമ്മപ്രധാനം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഹൃദയം അതിനെത്ര പ്രാധാന്യമുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ തലക്കെത്ര പ്രാധാന്യമുണ്ടോ, അതുപോലെയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ അറഫക്കുള്ള പ്രാധാന്യം.
ശരീരത്തിൽ തലയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല, നമ്മൾ മനസ്സിലാക്കണം. എന്നതുപോലെ അറഫ ഇല്ലാത്തവന് ഹജ്ജില്ല. അപ്പോൾ അതുകൊണ്ടാണ് നബി തങ്ങൾ എന്ത് പറഞ്ഞത്? അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് പറഞ്ഞത്. ദുൽഹജ്ജ് 9 എന്ത് ചെയ്യണം? മിനായിൽ നിന്ന് ഹാജിമാർ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ച് അതിൻ്റെ പ്രകാശങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മിനായിൽ നിന്ന് അറഫായിലേക്ക് പോകണം. അറഫായിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, അറഫയിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തണം. അറഫയ്ക്ക് പുറത്ത് നിന്ന് അറഫ കിട്ടൂല. നമ്മൾ എന്ത് ചെയ്യണം? അറഫയുടെ ബോർഡറിനകത്താണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖഫ്തു ഹാഹുനാ വഅറഫ കുല്ലുഹാ മൗഖിഫുൻ. അതായത് ഞാനിതാ ഇവിടെ നിന്നു. ഇതെല്ലാം ഈ അറഫയിൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതായത് ചില ആളുകൾ അറഫയിൽ നിർത്താം എന്ന് പറഞ്ഞാൽ ഈ ജബലുർ റഹ്മ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ ആ മുകളിൽ പോയി നിന്നാൽ മാത്രമേ അറഫ കിട്ടൂ എന്നുള്ള ധാരണ ഉണ്ട്. അത് ശരിയല്ല. അറഫ മൈതാനിയിൽ എവിടെയും നമുക്ക് നിൽക്കാം. അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? വഅറഫ കുല്ലുഹാ മൗഖിഫുൻ. അറഫ മുഴുവൻ ഹാജിമാർക്ക് നിൽക്കാൻ ഉതകുന്ന സ്ഥലമാകുന്നു എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും. പ്രിയമുള്ളവരെ, അറഫ ദിവസം വലിയ പ്രത്യേകതകളുള്ള ദിവസമാണ്. ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് നരകവാസികളെ മോചിപ്പിക്കുന്ന ദിവസമാണിത്, അറഫ ദിവസം. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിവസമാണ്. കാരണം എന്താ? ഒരു ഹദീസിൽ കാണാം, പരിശുദ്ധനായ റബ്ബ് 7ാം ആകാശത്ത് നിന്ന്, സിംഹാസനത്തിൽ നിന്ന്, അർശിൽ നിന്ന് ഇറങ്ങി 1ാം ആകാശത്തേക്ക് വരുന്ന, എന്നിട്ട് മലായിക്കത്തുകളോട് പറയും, നോക്കൂ അറഫയിലേക്ക് നോക്കൂ, ഇതാ ഹാജിമാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവരെന്താണ് ആഗ്രഹിക്കുന്നത്? യർജൂന റഹ്മത റബ്ബി, അവർ തങ്ങളുടെ റബ്ബിൻ്റെ റഹ്മത്താകുന്നു ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല മലക്കുകളുടെ മുമ്പിൽ അഭിമാനം കൊള്ളുമെന്നാണ്. അള്ളാഹുവിന് സന്തോഷം എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്ര പുണ്യമാക്കപ്പെട്ട ദിവസമാണ് അറഫ ദിവസം. അന്ന് എന്ത് ചെയ്യണം? ഹാജി ഒരു നിമിഷം പോലും വെറുതെ പാഴാക്കാൻ വേണ്ടി പാടില്ല. അവന് അറഫയിൽ കംപ്ലീറ്റ് മഗ്രിബ് വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ത് ചെയ്യണം? അറഫയിൽ നിന്നും ഇരുന്നും കടന്നും അവന് നിരന്തരം ദുആ ചെയ്യണം. അള്ളാഹുവിനോട് പാപങ്ങൾ പൊറുക്കാൻ ഇസ്തിഗ്ഫാറിനെ തേടണം, തൗബ ചെയ്യണം. അവൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പാപങ്ങളും ഇല്ലാത്ത രൂപത്തിൽ എല്ലാ പാപങ്ങളും പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് അള്ളാഹുവിനെ കൊണ്ട് പൊറുപ്പിക്കണം. പ്രിയമുള്ളവരെ, അവന് ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തണം, ധാരാളമായി തൗബ ചെയ്യണം. ഏറ്റവും കൂടുതൽ അറഫയിൽ വെച്ച് എന്ത് ചെയ്യണം? നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, ആത്മാർത്ഥമായിക്കൊണ്ട് അവന് പ്രാർത്ഥിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചൊരു സന്ദർഭം പറയുന്നുണ്ട്. പ്രവാചകൻ ഒട്ടകപ്പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒട്ടകത്തിൻ്റെ 2 കയറിങ്ങനെ പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കൈകൾ ഉയർത്തി അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കയ്യിൽ നിന്ന് ആ കയറ് വീണുപോയി. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് ഒട്ടകത്തിൻ്റെ കയറ് നിലത്തേക്ക് വീണുപോയി. അപ്പോൾ എന്താണ്, ഒരു കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു എന്ന് പോലും കാണാൻ വേണ്ടി കഴിയും. അപ്പം അത്രമാത്രം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി അറഫ ദിവസം എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ? നമ്മൾ മനസ്സിലാക്കുക, വകാന അക്സറു ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതായിരുന്നു അറഫയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത്. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായിക്കൊണ്ടല്ല ഒരു ശക്തിയുമില്ല. എന്നിട്ടോ ലഹുൽ ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക്, അവനാണ് സർവാധികാരം. വലഹുൽ ഹംദ്, അവനാണ് എല്ലാ സ്തുതികളും. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അല്ലാഹു. അപ്പം നമുക്ക് തോന്നും, അല്ലാഹു ഒരു അപകടത്തിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേറൊരാൾ വേണ്ട. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, സർവശക്തനാണ്. അല്ലാഹു നമ്മെ രക്ഷിക്കും. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. പ്രിയമുള്ളവർ, ഈ പ്രാർത്ഥനയായിരുന്നു
ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. നമുക്ക് എല്ലാ പ്രാർത്ഥനകളും നിർവഹിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ, ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഇഹപര നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കളുടെയും കുടുംബത്തിൻ്റെയും മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അയൽവാസികളുടെയും സ്നേഹിതന്മാരുടെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ആ അറഫയിൽ വെച്ച് ദുആ ചെയ്യാം. അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. എന്നിട്ടോ ഏതുവരെയാണ് അറഫയിൽ നിൽക്കേണ്ടത്? സൂര്യാസ്തമനം വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ, മഗ്രിബ് വരെയാണ് അറഫയിൽ നിൽക്കേണ്ടത്. ആ പകൽ സമയത്ത് അറഫയിൽ നിന്നവൻ മഗ്രിബ് വരെ നിൽക്കൽ എന്താണ്? നിർബന്ധമാണ്, വാജിബാണ്. പകലിൽ ളുഹറിന് മുമ്പ് ഒരാൾ അറഫയിലെത്തി, അയാൾ 4 മണിയാണ്, 4 മണിയിലെ നഞ്ഞി പോകാൻ പറയാൻ പറ്റില്ല. അയാൾ അറഫയിൽ എന്ത് ചെയ്യണം? മഗ്രിബ് വരെ അവിടെ നിൽക്കണം. മഗ്രിബ് കഴിഞ്ഞിട്ടേ അറഫയിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതിൻ്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. അത് വാജിബാണ്, അല്ലെങ്കിൽ ഫിദിയ നൽകേണ്ടി വരും. ശരി, എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മഗ്രിബ് നമസ്കരിച്ചുകൂടാ. മഗ്രിബ് എവിടുന്നാണ് നമസ്കരിക്കേണ്ടത്? മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിവസം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മുസ്ദലിഫയിലേക്ക് പോകും. മുസ്ദലിഫയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ വെച്ചാണ് മഗ്രിബും ഇശാവും ജമ്മും കസ്റുമായി നമസ്കരിക്കുക. മനസ്സിലായല്ലോ? മഗ്രിബ് ആയിട്ടാണ് അറഫയിൽ നിന്ന് പുറപ്പെടുക, പക്ഷേ നമസ്കാരം എവിടെ നിന്നാണ്? മുസ്ദലിഫയിൽ നിന്നാണ്. ഇനി മുസ്ദലിഫയിലുള്ള ആ രാപ്പാർക്കലോ പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ്? അത് വാജിബാണ്, നിർബന്ധമാണ്. മുസ്ദലിഫയിൽ പോയി ഉറങ്ങണം. ആ മുസ്ദലിഫയിൽ രാത്രി കഴിച്ചു കൂട്ടണം. അവിടെ പ്രത്യേകിച്ച് വേറെ കർമ്മങ്ങളൊന്നുമില്ല. ചെല്ലുക, മഗ്രിബ് ഇശാ നമസ്കരിക്കുക, ഉറങ്ങുക, പ്രഭാതം വരെ ഉറങ്ങുക. അത് വാജിബാണ്. അൽ മബീതു ബി മുസ്ദലിഫ, മുസ്ദലിഫയിൽ രാപ്പാർക്കൽ. ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുസ്ദലിഫയിലെത്തി. അന്നഹു അതൽ മുസ്ദലിഫ ഹീനൽ അദാനി ബിൽ അതമതി ഔ ഖരീബൻ മിൻ ദാലിക്. നബി മഗ്രിബിന് പോയിട്ട് ഇശാന്റെ സമയത്താണ് അവിടെ എത്തിയത്, മുസ്ദലിഫയിലെത്തിയത്. എന്നിട്ടോ ഫഅമറ റജുലൻ ഫഅദ്ദന ഫഅഖാം. ഒരു വ്യക്തിയോട് പറഞ്ഞു, നീ ബാങ്ക് കൊടുക്കേ, ഇക്കാമത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. ബാങ്ക് ഇക്കാമത്തൊക്കെ കൊടുത്തു. സുമ്മ സ്വല്ലൽ മഗ്രിബ് വസ്വല്ല ബഅദഹാ റകഅതൈൻ. എന്നിട്ട് മഗ്രിബ് നമസ്കരിച്ചു, പിന്നീട് 2 റകഅത്ത് ഇശാ നമസ്കരിച്ചു. സുമ്മ ദഅ ബിഅശാഇഹി ഫതഅശ. പിന്നീട് രാത്രിക്കുള്ള ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. രാത്രിയുള്ള ഭക്ഷണം കഴിച്ചു നമസ്കാര ശേഷം. സുമ്മ അമറ റജുലൻ ഫഅദ്ദന വഅഖാമ സുമ്മ സ്വല്ലൽ ഇശാ റകഅതൈൻ. പ്രിയമുള്ളവരെ, ഇങ്ങനെ എന്ത് ചെയ്തു? ഈ ഭക്ഷണമൊക്കെ ശേഷം എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവിടെ ഉറങ്ങാണ്. മഗ്രിബ് നമസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയങ്ങൾ? ഇശാ നമസ്കാരം 2 റകഅത്താണല്ലോ, 4 2 റകഅത്ത് നമസ്കരിക്കും. പക്ഷേ അതിനെന്ത് ചെയ്യണം? ഇക്കാമത്ത് കൊടുക്കണം. ജമ്മും കസ്റും ആക്കുമ്പോൾ ആദ്യം ബാങ്കും ഇക്കാമത്തും, പിന്നീട് അടുത്ത നമസ്കാരത്തിന് ഇക്കാമത്ത് മാത്രം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരി, അങ്ങനെ രാത്രിയിൽ പിന്നെ മുസ്ദലിഫയിൽ കഴിച്ചു കൂട്ടി. സുബഹ് ബാങ്ക് കൊടുക്കുകയാണ്. ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ആ ബാങ്ക് കൊടുത്ത ഉടനെ അവല് സുബഹിക്ക് നമ്മൾ എന്ത് ചെയ്യണം? സുബഹി സുന്നത്തൊക്കെ നമസ്കരിച്ച് സുബഹിൻ്റെ ഫറള് നമസ്കരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടണം. നേരത്തെ മിനയിൽ നിന്ന് പുറപ്പെട്ടത് അപ്പോഴാണ് അറഫയിലേക്ക് സൂര്യൻ ഉദിച്ച ശേഷം. എന്നാൽ മുസ്ദലിഫയിൽ നിന്ന് പ്രഭാതത്തിലെ 10ാം ദിവസം എന്താ പറയുക? യൗമുൽ ഈദ്, യൗമുൻ നഹർ, പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ അറവിൻ്റെ ദിവസം എന്ന് പറയും. അപ്പം അന്ന് എന്ത് ചെയ്യണം? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടണം. വാദി മുഹസ്സർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്പീഡിൽ ഓടണം. അത് ഒരു ജനതയെ ശിക്ഷിക്കപ്പെട്ട സ്ഥലമാണ്. അവിടെ അതുവഴി എത്തിയാൽ എന്ത് ചെയ്യണം? ഓടണം എന്നാണ്. എന്നിട്ടോ അല്ലെങ്കിൽ ധൃതിയിൽ പോകണം. അതോടൊപ്പം തന്നെ മഷ്അറുൽ ഹറാം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മുസ്ദലിഫയിൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. അത് സുന്നത്താകുന്നു. അങ്ങനെ മുസ്ദലിഫയിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പ്രിയമുള്ളവരെ? 10ാം ദിവസം നമ്മൾ പോകേണ്ടത് ജംറയിലേക്കാണ് പോകേണ്ടത്. ജംറ എന്ന് പറഞ്ഞാൽ ഹാജിമാർ കല്ലെറിയുന്ന സ്ഥലം. മനസ്സിലായല്ലോ? ജംറത്തുൽ കുബ്ര, 3 ജംറകളാണുള്ളത്. ജംറത്തുൽ കുബ്ര, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ സുഗ്റ.
ജംറത്തുൽ കുബ്ര അല്ലെങ്കിൽ ജംറത്തുൽ അഖബ എന്ന് പേര് പറയും, 2 പേരാണ്. ആ ജംറയിൽ നമ്മൾ എന്ത് ചെയ്യണം? 7 കല്ലുകൾ എറിയണം. ചെറിയ ഈ വലിപ്പമുള്ള കടലമണിയോളം വലിപ്പമുള്ള ഉരുണ്ട കല്ലുകൾ ഓരോന്നോരോന്നായി എറിയണം. കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എറിയണം. മനസ്സിലായല്ലോ? അങ്ങനെ 7 കല്ലുകൾ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ബലികർമ്മം നിർവഹിക്കണം. തമത്വമായിട്ട് ഹജ്ജ് ചെയ്യുന്ന, ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളെന്ത് ചെയ്യണം? നിർബന്ധമായും ബലിയറുക്കണം. ബലിയറുത്ത് കഴിഞ്ഞാലോ അദ്ദേഹത്തിന് മുടിയെടുക്കാം. മുടി എന്ത് ചെയ്യണം? കംപ്ലീറ്റ് മുണ്ടനം ചെയ്യുക. മുടിയെടുത്തു കഴിഞ്ഞാൽ തഹല്ലുലായി. തഹല്ലുലാകുക എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം പാടുള്ളതല്ല, മറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ, ഡ്രസ്സൊക്കെ മാറ്റാം, സുഗന്ധം ഉപയോഗിക്കാം, തലമറക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുവദനീയായി. എന്നാൽ 10-ാം ദിവസം ദുൽഹജ്ജ് 10-ന് പെരുന്നാൾ ദിവസം, അറബിൻ്റെ ദിവസം ജംറത്തുൽ അഖബയിൽ എറിഞ്ഞു, ബലികർമ്മം നിർവഹിച്ചു, മുടി കളഞ്ഞു. ഇതിന് ശേഷം എന്ത് ചെയ്യണം? അല്ലേ തവാഫ് ചെയ്യണം. അതെന്ത് തവാഫാ? തവാഫുൽ ഇഫാല അഥവാ ഹജ്ജിൻ്റെ തവാഫ്. അത് റുക്നാണ്. അതുപോലെ തന്നെ സഅയ് ഉണ്ടെന്ന്, അത് ഹജ്ജിൻ്റെ സഅയ. ഈ തവാഫും സഅയും വളരെ വളരെ നിർബന്ധമായിട്ടുള്ള റുക്നി എന്ന് പറയും. അത് ചെയ്തില്ല എങ്കിൽ ഹജ്ജ് കിട്ടൂല എന്നർത്ഥം. മനസ്സിലായാലോ പ്രിയമുള്ളവരെ? ആ 2 കർമ്മങ്ങളും എന്ത് ചെയ്യുന്നു? നിർവഹിക്കുക. തവാഫും സഅയും നിർവഹിക്കുക. അത് നിർവഹിച്ചതോടുകൂടെ പൂർണ്ണമായി അദ്ദേഹം തഹല്ലുലായി. പിന്നീട് ചെയ്യേണ്ടത് എന്താണെങ്കിൽ ദുൽഹജ്ജ് 11-ന്റെ രാവിന് എന്ന് പറഞ്ഞാൽ 10-ന് മഗ്രിബായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മിനായിൽ നിൽക്കണം. 11-ന്റെ രാവിനും നിൽക്കണം, 12-ന്റെ രാവിനും നിൽക്കണം. ഇങ്ങനെ 10 കഴിഞ്ഞാൽ 11-ന്റെ രാവിന്, 12-ന്റെ രാവിന്, 13-ന്റെ രാവിനും കൂടെ നമ്മൾ മിനായിൽ അവിടെ കഴിച്ചു കൂട്ടണം. അത് നിർബന്ധമാണ്. എന്നാൽ പെട്ടെന്ന് മടങ്ങുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? 11, 12 രാവുകളിൽ മിനായിൽ നിന്നിട്ട് 12-ന് മധ്യത്തിൽ ഉച്ചക്ക് ളുഹറിന് ശേഷം 3 ജംറകളിലും കല്ലെറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മിനായിൽ നിന്ന് മടങ്ങാം. എന്നിട്ട് തവാഫ് ചെയ്യണം. എന്നിട്ട് ഹജ്ജ്, അതോടുകൂടെ ഹജ്ജ് കംപ്ലീറ്റ് ആയി. ഒന്നുകൂടെ പറയട്ടെ പ്രിയമുള്ളവരെ, അങ്ങനെ മിനായിൽ നമ്മൾ രാപ്പാർക്കുകയാണ്. രാത്രിയുടെ ഭൂരിഭാഗം പിന്നെ മിനായിൽ കഴിച്ചുകൂട്ടി അങ്ങനെ 11-ന് പകല് നമ്മളെന്ത് ചെയ്യുന്നു? കല്ലെറിയണം. എപ്പോഴാണ് കല്ലെറിയുക? ളുഹറിന് ശേഷം, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം 3 ജംറയിൽ എറിയണം. ഓരോ ജംറയിലും ആദ്യം ചെറിയ ജംറയിൽ, പിന്നീട് മധ്യത്തിൽ, പിന്നീട് അവസാനത്തേതിൽ എറിയണം. ആദ്യത്തിൽ എറിഞ്ഞ ശേഷം നമ്മൾ മാറി നിന്ന് എന്ത് ചെയ്യണം? കിബിലക്ക് നേരെ തിരിഞ്ഞ് ദുആ ചെയ്യണം. അല്പസമയം ദുആ ചെയ്യുക. മധ്യഭാഗത്തുള്ള ജംറയിൽ എറിഞ്ഞതിന് ശേഷവും അല്പം മാറി നിന്നുകൊണ്ട് ദുആ ചെയ്യണം. എന്നാൽ വലിയ ജംറയിൽ എറിഞ്ഞ ശേഷം എന്ത് ചെയ്യേണ്ടതില്ല? അങ്ങനെ ദുആ ചെയ്യേണ്ടതില്ല, പിരിഞ്ഞു പോകാൻ വേണ്ടത്. ഇങ്ങനെ 11, 12, 13 ദിവസങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 13-ാമത്തെ ദിവസം നമ്മൾ ഈ 3 ജംറകളിലൊക്കെ എറിഞ്ഞു. സൂര്യൻ ആകാശം തെറ്റിയതിന് ശേഷം എറിഞ്ഞ് നമ്മളെന്ത് ചെയ്യുന്നു? തവാഫ് ചെയ്യണം. ഈ തവാഫ് എന്താ? തവാഫുൽ വദാ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ഹജ്ജിൻ്റെ നിർബന്ധമാണ്. ലാ യൻഫിറന്ന അഹദുൻ ഹത്താ യകൂന ആഖിറു അഹ്ദിഹി ബിൽ ബൈത്ത്. ഒരാൾ മക്കയിൽ ഹജ്ജിനും ഉംറക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അയാൾ അവസാനമായി ബന്ധം പുലർത്തുക എന്തുണ്ടാ? ആ കഅബ പ്രദക്ഷിണം ചെയ്യുക, തവാഫ് ചെയ്യുക വേണ്ടത്. അപ്പോൾ അത് നിർബന്ധമാണ്. തവാഫുൽ വദാ ചെയ്യാതെ ഹാജി മക്കത്ത് മടങ്ങിയാൽ എന്താ അറിയോ? അയാളൊരു ആടിനെ ഇറക്കണം. അത് മക്കയിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. അതിന് നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ പ്രായശ്ചിത്തം. അവ തവാഫുൽ വദാ ചെയ്യണം. ഇതോടുകൂടെ ഹജ്ജ് സമ്പൂർണ്ണമായി. പ്രിയമുള്ളവരെ, നമ്മൾ അറിയുക, ഈ തവാഫുൽ വദാ കഴിഞ്ഞാൽ പിന്നെ മക്കത്ത് കൂടുതൽ സമയം നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. ഇതാണ് ഹജ്ജിൻ്റെ രൂപം. തമത്വമായിട്ടുള്ള ഹജ്ജിൻ്റെ രൂപമാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ സുന്നത്തനുസരിച്ച് ഹജ്ജ് ചെയ്താൽ അതിനാണ് മബ്രൂറായ ഹജ്ജ് എന്ന് പറയുക. ജീവിതത്തിൽ ആയുസ്സിൽ ഒരിക്കലാണ് ഹജ്ജ് നിർബന്ധം. അത് ആരോഗ്യവും സമ്പത്തൊക്കെ ഉള്ള ആളുകൾക്കാണ് നിർബന്ധം. ഹജ്ജിന് പോകുക എന്നുള്ള എല്ലാ മുസൽമാൻ്റെയും ആഗ്രഹമാണ്, സ്വപ്നമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചെയ്തവർ വീണ്ടും ചെയ്യുന്നതും പുണ്യകരമാകുന്നു. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം ഇന്ന് നാളെ മുതൽ ദുൽഹജ്ജ്, അല്ലെങ്കിൽ ഇന്ന് മഗ്‌രിബ് മുതൽ എന്താണ് ദുൽഹജ്ജ് 1 മുതലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ദുൽഹജ്ജ് 9-ന് അറഫ ദിവസമാണ്. അന്ന് ഹജ്ജിന് പോകാത്ത ആളുകളൊക്കെ സുന്നത്ത് നോമ്പെടുക്കണം. ആ സുന്നത്ത് നോമ്പിന് 2 കൊല്ലത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന
മനസ്സിലായല്ലോ? ദുൽഹജ്ജ് 9 എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് ദുൽഹജ്ജ് 1 നാളെ. ഇപ്പോൾ മഗ്‌രിബ് മുതലാണ് അറബ് മാസം അല്ലെങ്കിൽ ഹിജ്റ മാസം ആരംഭിക്കുക. അപ്പോൾ അടുത്ത ഞായറാഴ്ച, മറ്റന്നാളല്ല, അടുത്ത ഞായറാഴ്ച ആയിരിക്കും ദുൽഹജ്ജ് 9. അന്ന് ഹജ്ജിന് പോകാത്ത ആളുകൾ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കുക. 2 കൊല്ലത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഏറ്റവും പ്രധാനം. മറ്റൊന്ന് എന്താണെന്ന് അറിയുന്നത്, ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? നമ്മൾ ധാരാളമായിട്ട് പരമാവധി നമസ്കാരങ്ങളൊക്കെ ജമാഅത്തായിട്ട് നമസ്കരിക്കുക. പിന്നെ നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, അതുപോലെ തന്നെ രാത്രി വിത്ർ, ഇങ്ങനെയുള്ള നമസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ നിർവഹിക്കുക. അതോടൊപ്പം തന്നെ ദിക്റുകളും ദുആകളൊക്കെ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.